അപ്പോൾ ഒരു ഇമോബിലൈസർ സിസ്റ്റം, അതിപ്പോൾ വണ്ടി എപ്പോഴെങ്കിലും മോഷ്ടിക്കപ്പെടാൻ ശ്രമിക്കും. അപ്പോൾ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിക്കുലേഷനിൽ പോകുമ്പോഴും എത്രത്തോളം സമ്മാനം സിനിമയിൽ മനോജ് കെ ജിയുടെ ഒരു ആനയെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര ഗിയറിൽ തന്നെ നമ്മളൊരു കയറ്റം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഇരിക്കുന്ന ഒരു ത്രീലിംഗ് സസ്പെൻഷൻ ആണ്. ത്രീലിംഗ് റിച്ചിലും സെക്കൻഡിലും നമ്മളിപ്പോൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു ആന പോലെ നമ്മൾ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ അങ്ങും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇവരിൽ നിന്ന് ഒരു കേബിളോ ബമ്പർ ടു ബമ്പർ ട്രാഫിക് വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് വണ്ടി. പിന്നെ ഈ വണ്ടിക്കകത്ത് കുറച്ച് ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ. സോ നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈ വീലിലേക്ക് അത്യാവശ്യം നല്ല പവർ ഈ വണ്ടി ഡെലിവറി. ശരിക്കും പറഞ്ഞാൽ ജിമ്മി ഓവർടേക്ക് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ലാഗ് വരും. എല്ലാവർക്കും നമസ്കാരം, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ജിമ്നിയാണ്. ജിമ്നി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി. ഇതൊരു 31,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന വണ്ടിയാണ്. നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു റെട്രോ ഡിസൈൻ ആണ് ജിമ്നിക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലാണ്. ഗ്രില്ലിൻ്റെ വശങ്ങളിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റെട്രോ ഫീൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. എന്നാൽ അതൊരു കുറച്ചുകൂടി ഒരു മോഡിഫൈഡ് ആണ്. കാരണം പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. കാണുമ്പോൾ ഒരു റൗണ്ട് ഹെഡ് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇത് 2 വേരിയന്റുകളാണ് ഇത് വരുന്നത്. ഒന്ന് സീറ്റ വരുന്നുണ്ട്, ദെൻ ആൽഫ വരുന്നുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആൽഫ വേരിയന്റ് ആണ്. ആൽഫ വരുമ്പോഴത്തേക്കും നമുക്ക് ഹെഡ്ലൈറ്റ് വാഷർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹെഡ്ലൈറ്റ് വാഷർ വരുന്ന ഒരു 4x4 വണ്ടി ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ജിമ്നി മാത്രമേ വരുന്നുള്ളൂ. അതിന് താഴ്ഭാഗത്തായിട്ട് ജിമ്നിയുടെ ബമ്പർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫൈബർ പാർട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് പെയിന്റഡ് അല്ല. സോ പെയിന്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എവിടെയെങ്കിലുമൊക്കെ പോയി തട്ടിയാലോ അല്ലെങ്കിൽ നുരഞ്ഞാലോ ഒന്നും നമ്മുടെ ആ ഒരു ഹൃദയം ഒന്നും വേദന എടുക്കത്തില്ല. പിന്നെ പെട്ടെന്നൊന്നും തട്ടാത്ത രീതിയിലാണ് ഇതിന്റെ ബമ്പർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, വീല് കാണുന്നതിൻ്റെ അവിടുന്ന് കുറച്ച് ചെരിച്ച്, അതായത് ഒരു ഷാർപ്പ് കട്ടിങ് കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വീല് ശരിക്കും പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ബമ്പർ ഒരു തടസ്സമാകാതെ ആ ഒരു വീൽ അതിനെ ഓവർകം ചെയ്യും പോകാൻ പറ്റുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആക്സസറീസ് എലമെന്റ്സ് ഈ വണ്ടിയെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആ ബമ്പറിൽ നമുക്ക് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമ്പർ പ്ലേറ്റ് വരുന്നുണ്ട്. സെൻട്രലായിട്ട് സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. പിന്നെ ആബ്സല്യൂട്ട്ലി ഇതിനകത്തൊരു 360 ക്യാമറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ഒരു മാൻലി മെഷീനാണ്. അപ്പം നമ്മൾ കണ്ണാടിയിലൂടെയൊക്കെ നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കാണുന്നെങ്കിൽ ഇറങ്ങിച്ചെന്നൊക്കെ നോക്കി നമ്മൾ ഈ ഒരു വണ്ടിയെ ഡ്രൈവ് ചെയ്യേണ്ട വരും. ദെൻ ഇതിൻ്റെ ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉയരത്തിൽ വരുന്ന, എന്നാൽ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കാണണം. ഈ ഒരു ക്യാരക്ടർ ലൈന് മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. പിന്നെ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം വണ്ടിയായിട്ടുള്ള ജീവാഗണില്ലേ, ബെൻസിന്റെ ജീവാഗണിന്റെ ഒരു ബ്രദറിനോ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലോ ആണ്. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ജീവാഗണിന് മുന്നേ ഉണ്ടായ സാധനമാണ് ഇത്. പക്ഷേ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു വണ്ടിയായിട്ടാണ്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണൽ സ്റ്റഫായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇന്റർനാഷണൽ സ്റ്റഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. അപ്പോൾ ആ ഒരു എൻജിൻ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇന്ത്യൻ മേഡിലും വന്നിട്ടുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഇതൊരു 3 ഡോർ സ്പെക്കിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ മാത്രമായിട്ട് 5 ഡോർ സ്പെക്കിൽ ഈ വണ്ടി കിട്ടിയിട്ടുണ്ട്. ദെൻ ബമ്പറിന്റെ വശങ്ങളിലായിട്ട് തന്നെ നമുക്ക് ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെട്ടമുള്ള ഫോഗ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും വണ്ടി കാണുമ്പോഴത്തേക്കും ചെറുതാണെന്നുണ്ടെങ്കിലും ഇതിന് 215 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ടയർ നമ്മൾ മാറിയിട്ടുണ്ട്. കാരണം ഇതൊരു ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് ടയർ അല്ല, ഇതൊരു 80 ടയർ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സ്റ്റോക്ക് ടയർ വരുമ്പോൾ ഹൈവേ ടയർ ശരിക്കും വരുന്നത് 15 ഇഞ്ചാണ് ഇതിന്റെ റിം സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇതായി കാണുന്ന പാർട്ടൊക്കെ ഫൈബറാണ്. ഫൈബർ മാത്രമല്ല, ഇതൊക്കെ നമുക്ക് ലോ കോസ്റ്റ് ആണ്, വലിയ ക്യാഷ് മുടക്ക് വരുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കുന്നിലേക്ക് മലയിലേക്ക് കയറുമ്പോഴത്തേക്ക് നല്ല ഷാർപ്പായിട്ടുള്ള കമ്പോ കാര്യങ്ങളോ ഒക്കെ ഇതിൽ കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാറണമെന്നുണ്ടെങ്കിൽ, ഇവൻ ഇത് പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ വലിയ കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ നമ്മളൊരു പെയിന്റിങ്ങിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കായിരിക്കും നല്ല എമൗണ്ട് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫ് റോഡ് വണ്ടികൾക്ക് നല്ലൊരു സഹായമാണ്. ഇത് അത്യാവശ്യം ഒരു 4-4.5 ഇഞ്ചോളം സൈഡിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. ഇത് വണ്ടിയുടെ ഒരു ആക്സസറി പാർട്ടാണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം വലിപ്പമേറിയിട്ടുള്ള ഒരു ORVM കൊടുത്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സീറ്റ വേരിയന്റുമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഡിഫറൻസ് അലോയ് വീൽ വരത്തില്ല. പക്ഷേ ഈ 2 വണ്ടികൾ തമ്മിൽ ഏകദേശം 20,000 രൂപയ്ക്ക് അടുത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതിനകത്ത് നമുക്ക് നഷ്ടമാകാൻ വേണ്ടി പോകുന്നത് ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ അലോയ് വീല്, ഹെഡ്ലൈറ്റ് വാഷർ, ഇതൊക്കെയാണ് നമുക്ക് മിസ്സാകാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ ടിൻഡഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ ആയിരുന്നുണ്ട്. പിന്നെ ഒരു വാട്ടർ ചാനൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ നിന്നുള്ള വെള്ളം താഴേക്ക് വരാതെ
ഇതിങ്ങനെ പോകുന്ന ഒരു വാട്ടർ ചാനൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ചിലപ്പോൾ ഒരു മൺസൂണൊക്കെ ആഘോഷിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ നല്ല വലിപ്പമുള്ള ഗ്ലാസ് പാർട്ടുകൾ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന ടൈമിലായാലും ശരി, ഓൺ റോഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ശരി, വലിപ്പമേറിയ ഗ്ലാസ് പാർട്ടുകൾ എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് തരും, വശങ്ങൾ കാണാനായിട്ടും പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും പറ്റും. ബ്ലൈൻഡ് സ്പോട്ടിന്റെ എണ്ണം വളരെയധികം കുറയും. അപ്പോൾ ആ രീതിയിൽ വലിയ ഗ്ലാസ് പാർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ UV കട്ട് പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. നല്ല വലിപ്പമേറിയ ഡോറും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ നമുക്കൊരു പുഷ് ബട്ടൺ, അതായത് നമ്മളുടെ കീലെസ് എൻട്രിയുടെ ഒരു സ്വിച്ച് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ജിംനി വരുമ്പോഴത്തേക്ക് 2590 mm ആണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. വീൽ ബേസ് കൂടിയത് കൊണ്ട് തന്നെ ബാക്കിലെയും ഫ്രണ്ടിലെയും ബമ്പറിനോട് ചേർന്നായിരിക്കും നമ്മുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും ടയേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്രോച്ച് ആംഗിളും അതേപോലെ തന്നെ ഡിപ്പാർച്ചർ ആംഗിളും കൂടുതലാണ്. അപ്പോൾ കൂടുതലാകുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുന്ന സമയത്തോ തട്ടാനുള്ള സാധ്യതകൾ, ബമ്പറുകൾ തട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ദെൻ നമുക്ക് സബ് 4 മീറ്ററിലായതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ ടാക്സ് വളരെ കുറവാണ്. 4 മീറ്ററിനുള്ളിൽ ഈ ഒരു വണ്ടി 15,62,000 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ലാഭമാണ്. കാരണം ട്രാൻസ്ഫർ കേസ് വരുന്നുണ്ട്, 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. ഇനി ഇതിന്റെ റിയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അതായത് ഡോറിൽ തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്പെയർ വീല് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈസി ആക്സസ് ആണ്. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ സസ്പെൻഷൻ ഇതിനെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്തോളും. അതുപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ടും പറ്റും. അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് 2 പെട്ടി കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു കിച്ചൺ അക്സസറീസ് ഒക്കെ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഓഫ് റോഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ബാക്കിൽ തന്നെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 50-50 സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീറ്റ്സ് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വോൾവോയുടെ 3 ELR സിസ്റ്റമാണ് ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഇവിടുന്ന് 12 വോൾട്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ഒരു കിച്ചൺ സെറ്റൊക്കെ സെറ്റ് ചെയ്ത് ഒരു ചായയൊക്കെ നമുക്ക് ഒരു മലയുടെ മേളിൽ നിന്ന് കുടിച്ച് ഇരിക്കാന്ന് പറയുന്നത് തന്നെ ഒരു വൈബല്ലായോ. ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയറിൽ വൈപ്പർ വരുന്നുണ്ട്. നമുക്ക് 4 ബട്ടണുള്ള റിവേഴ്സ് സെൻസേഴ്സും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഒരു ആന്റിന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇന്റർഗ്രേറ്റഡ് ആന്റിനയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് റിയർ സീറ്റിൽ ഒന്ന് ഇരുന്ന് നോക്കാം. ഇതോ സീറ്റ് നമ്മൾ ഇരുന്നിട്ടുണ്ട്. കംഫോർട്ടായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഹെഡ് റൂം വരുന്നുണ്ട്. പിന്നെ ഇതിന് ഇന്റേണലി തന്നെ റോളർ കേജസ് കൊടുത്തിട്ടുണ്ട്. റോളർ കേജസ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി എടുത്ത് മറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇതിനകത്ത് ആ റോളർ കേജസ് നമുക്ക് അറിയാനായിട്ട് വരും. സ്ട്രോങ് ആയിട്ടുള്ള റോളർ കേജസ് ഉണ്ട്. ഇന്റേണലി ഇരിക്കുന്ന ഒരു സേഫ് ആയിരിക്കും. അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഈ വാഹനത്തിനുള്ളിൽ 6 എയർ ബാഗുകളും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ABS EBDയും വരുന്നുണ്ട്. അപ്പോൾ ബോഷിന്റെ 5th ജനറേഷൻ ABS യൂണിറ്റ് ആണ് ഇതിനുള്ളിൽ വരുന്നത്. സോ നമുക്കിനി ജിംനി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. വാ, നമ്മൾ ജിംനി ടെസ്റ്റ് ഡ്രൈവിന് എടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു 1.5 എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 103 bhp പവറാണ്. 6000 RPM ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് 134 Nm ടോർക്ക് വരുന്നുണ്ട്. നമുക്കതൊരു 4000 RPM വരുമ്പോഴത്തേക്കുമാണ് ഈ 134 Nm ടോർക്ക് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ ഉള്ളിലിരുന്ന് നമ്മൾ നോക്കണ ടൈമിന് നമ്മളൊരു ഗ്ലാസ് വെച്ചിട്ട്, അതായത് ഒരു സൺഷെയ്ഡ് ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ കാണുന്ന പോലത്തെ ഒരു വ്യൂ നമുക്ക് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണും. കാരണം വളരെ പാരലി ആയിട്ടുള്ള ഒരു ഹുഡും അതിനെ പാരലി ചെയ്തിട്ടുള്ള ഒരു വിൻസ്ക്രീനുമാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനം ഇപ്പോൾ ഒരു ആർട്ടിക്കുലേഷനിൽ പോകുമ്പോഴും എത്രത്തോളം ചെരിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ ഒരു വണ്ടി മാരുതി സുസുക്കി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഉൾഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ 2 രീതിയിൽ, ഒരു റെട്രോ ഡിസൈൻ പ്ലസ് ഒരു മോഡേൺ ഡിസൈൻ, അങ്ങനെ ഒരു രീതിയിലാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ് ഈ വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമ്മളുടെ ആ ജിപ്സിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ക്ലസ്റ്റർ മീറ്റർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 അനലോഗ് മീറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ സെൻട്രലായിട്ട് ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് നമുക്ക് ഇനി എത്ര കിലോമീറ്റർ റേഞ്ചിന് എന്തോ ഓടും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സെൻട്രലിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റിൽ ഇപ്പോഴും മാരുതിയിൽ നമുക്ക് വന്നിരിക്കുന്നത് 2 സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു റെട്രോ ഫീല് 2 സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ ഇതിന്റെ ട്രിപ്പും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ള ബമ്പർ ടു ബമ്പർ ട്രാഫിക് വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് വണ്ടിയെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് നമ്മളുടെ ക്ലച്ചിന്റെ യൂസേജ്. അതായത് നമുക്ക് സാധാരണ ചില വണ്ടികൾ വരുമ്പോഴത്തേക്കും നമ്മൾ ക്ലച്ചിലേക്ക് നമ്മൾ കാല് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലാറ്റ് ബോട്ടം, അതായത് നമ്മളുടെ താഴെ വരുന്ന ഫ്ലോറിൽ ചവിട്ടിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ടും ക്ലച്ചിനെ എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും ബുദ്ധിമുട്ട് കാണും. പക്ഷെ ജിംനിയിൽ പക്കായിട്ട്
നമ്മളുടെ കാലുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ക്ലച്ചിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതും ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു 3 സെക്കൻഡ് നമുക്ക് ഓട്ടോ ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 സെക്കൻഡ് മാനുവലായിട്ട് പോലും 3 സെക്കൻഡ് വണ്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് വണ്ടി ഫുൾ ക്ലച്ച് ആണെന്നുണ്ടെങ്കിൽ പോലും പിന്നിലേക്ക് ഇറങ്ങി വരുള്ളൂ. അത് നല്ലൊരു കാര്യമായിട്ട് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഇപ്പം ഈ ലേഡീസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് ആണ്. കാരണം കോമ്പാക്റ്റ് ആണ്. അതേപോലെ തന്നെ റോഡ് കണ്ട് ഓടിക്കാം. വണ്ടിയിൽ റോഡ് നന്നായി കണ്ട് ഓടിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. സുസുക്കിയിൽ ഇപ്പം നിലവിൽ നമ്മുടെ മാരുതി സുസുക്കിയിൽ ഈ ഡയറക്റ്റ് ഷിഫ്റ്റ് ഇപ്പൊ ജിംനിയിൽ മാത്രമാണ് വരുന്നത്. അതിന്റെ ഒരു ഈസിനെസ് ഉണ്ട്. അതായത് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചുമ്മാ ഇങ്ങനെ ഗിയറിൽ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോഴത്തേക്കും വളരെ സ്മൂത്ത് ആയിട്ട് ഈ സാധനം വീഴുന്നത്. പൊതുവേ ഈ സംഭവം ലിവറിൽ നിന്ന് ഒരു കേബിളോ കണക്ട് ചെയ്തിട്ട് ആ കേബിൾ വഴിയായിരിക്കും ഗിയർ ബോക്സിനകത്ത് ഗിയർ ചേഞ്ച് ചെയ്യുന്നത്. ഇത് നമുക്ക് നേരെ താഴെ ഗിയർ ബോക്സ് വരുന്നത് കാരണം നമുക്ക് ഡയറക്റ്റ് ലിവറിൽ നിന്ന് തന്നെ ഗിയർ ബോക്സിലേക്ക് ഷിഫ്റ്റ് വരും. ഇപ്പൊ തേർഡ് ഗിയറിൽ തന്നെ നമ്മളൊരു കയറ്റം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് കയറി അങ്ങ് വരികയും ചെയ്യും. നമുക്ക് കൺട്രോൾ ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ടും പറ്റും. കാര്യം ആ ഒരു ടോർക്ക് അത് കൃത്യമായ സമയത്ത് നമുക്കത് തരുന്നുണ്ട് വണ്ടി. ഇപ്പൊ ഫസ്റ്റിലും സെക്കൻഡിലും നമ്മളിപ്പോൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ഫ്യൂവല് എക്സോസ്റ്റ് വഴി പുറത്തേക്ക് തള്ളിപ്പോകുന്നല്ലാതെ കത്തി അങ്ങ് എക്സോസ്റ്റ് വഴി പുറത്തേക്ക് പോകുന്നതല്ലാതെ ആ ഒരു പവർ നമുക്ക് വീലിലേക്ക് വരത്തില്ല. പക്ഷെ തേർഡ് ഗിയർ തൊട്ട് നമുക്ക് വീലിലേക്ക് അത്യാവശ്യം നല്ല പവർ ഈ വണ്ടി ഡെലിവറി ചെയ്യുന്നുണ്ട് ഓൺ റോഡിൽ. പിന്നെ ഓൺ റോഡിൽ നമ്മുടെ സസ്പെൻഷനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു 3 ലിങ്ക് സസ്പെൻഷൻ ആണ്. 3 ലിങ്ക് റിജിഡ് ആക്സിൽ സസ്പെൻഷൻ ഓർ സോളിഡ് ആക്സിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മളെ 80s 90s സീരീസിൽ ലാൻഡ് ക്രൂസിൽ വരുന്ന സസ്പെൻഷൻ. ഇത് ശരിക്കും നമുക്ക് ഓൺ റോഡിൽ ഭയങ്കരമായിട്ട് നമ്മളെ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ വണ്ടി നമ്മൾ എടുത്ത് വീശുവോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ റോഡിൽ പതിയിരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരിപ്പോൾ ലാഡ്രോൺ ഫ്രെയിം ആണ്. മാരുതി സുസുക്കിയിൽ ഇപ്പം നിലവിൽ ലാഡ്രോൺ ഫ്രെയിം വരുന്ന വണ്ടി ഇത് മാത്രമാണ്. അപ്പോൾ ഈ ലാഡ്രോൺ ഫ്രെയിം കൊടുത്തിരിക്കുന്ന ഇതിന്റെ ആർട്ടിക്കുലേഷന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഒരു മോണോകോക്ക് ഫ്രെയിമിനേക്കാളും എന്തുകൊണ്ടും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ലാഡ്രോൺ ഫ്രെയിം തന്നെയായിരിക്കും. അപ്പം ലാഡ്രോൺ ഫ്രെയിമിലാണ് ഈ വണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഒരു ആർട്ടിക്കുലേഷനും കാര്യങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ പ്ലസ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഈ ഒരു സസ്പെൻഷനാണ് വരുന്നത്. ഇതിന് 4 വീലിലും കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ 4 സസ്പെൻഷനും വന്നിരിക്കുന്നത് ഈ പറയുന്ന സോളിഡ് ആക്സിൽ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സമ്മാനം സിനിമയിൽ മനോജ് കെജിയുടെ ഒരു ആനയെ കിട്ടില്ലേ, കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു ആനയെ കിട്ടുന്ന, അത് വലുതാകുന്നതനുസരിച്ച് അതിന്റെ ക്യാരക്ടർ ചേഞ്ച് ആവില്ലേ, അതേപോലത്തെ ഒരു ഫീലാണ്. നമുക്കിത് ഭയങ്കരമായിട്ട് നമ്മളിത് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്ന ഒരു വണ്ടിയാണ്. നമുക്കിപ്പോൾ പല രീതിയിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. നാട്ടിൽ ഇപ്പം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ടൈമിലൊക്കെ നമുക്ക് എല്ലാ രീതിയിലും ഭയങ്കര മെരുക്കമുള്ള ഒരു ആനമല്ല. നമ്മൾ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് പോകും, ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അത് ഇങ്ങോട്ട് വരും. ആ ഒരു രീതിയിൽ നമ്മളോട് ഭയങ്കരമായിട്ട് അനുസരണയുള്ള രീതിയിലാണ് ഈ വണ്ടിയുടെ ശരിക്കും പറഞ്ഞാൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ഈ വണ്ടീനെ. പിന്നെ ഇതിന്റെ ബ്രേക്കിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 4 വീലിലും അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെന്റിലേറ്റർ ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. നമ്മുടെ ബ്രേക്കിന്റെ യൂസേജ് കൂടിയാലും ആ ഹീറ്റ് ഇച്ചിരി കുറയും. വെന്റിലേറ്റർ ബ്രേക്സ് ഓഫ് റോഡ് സമയത്തൊക്കെ നമുക്ക് ബ്രേക്ക് കൂടുതൽ യൂസ് ചെയ്യുമല്ലോ, അത് ചൂടാകാതിരിക്കാനായിട്ടും അതേപോലെ എയർ സർക്കുലേഷൻ കൂടാനൊക്കെ ആയിട്ട് അതിന് വേണ്ടി വെന്റിലേറ്റർ ബ്രേക്സ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ മെയിൻലി ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഡാഷ്ബോർഡിലേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡാഷ്ബോർഡാണ്. ഭയങ്കര സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുഴിയിലേക്കൊക്കെ എടുത്ത് ചാടി അല്ലെങ്കിൽ ഒരു ജമ്പ് എടുത്തു അങ്ങനെയൊക്കെ വരുന്ന സമയത്തും സ്ട്രോങ് ആയിട്ട് ഡാഷ്ബോർഡിന് ഇളക്കം തട്ടാതെയൊക്കെ നിൽക്കുന്ന ഒരു ഡാഷ്ബോർഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഡാഷ്ബോർഡ്സ് വന്നിരിക്കുന്നത്, അത് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ നല്ലൊരു ഗ്രാബ് റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസുകൾ ഭയങ്കരധികം കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓഫ് റോഡ് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ബോട്ടിലൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് ഭയങ്കരമായിട്ട് വണ്ടിക്കകത്ത് കുറവാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു സാധനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു സാധനം എടുക്കാനായിട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തി എടുക്കാനായിട്ട് തന്നെയാണ്. അപ്പം നമുക്കൊരു ഈസി ആക്സസ് ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ ഭയങ്കരമായിട്ട് ചിലപ്പോൾ മാറിപ്പോകാൻ പറ്റും. ഇവിടെ എൻ്റെ കുപ്പി ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ താഴേക്ക് നോക്കി അത് എടുക്കാൻ പോകുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാം. കാരണം വിത്തിൻ സെക്കൻഡ്സിൽ എന്ത് സംഭവിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കെയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവിനെ അങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് കണ്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് നമുക്കൊരു ട്രേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി. പിന്നെ AC അടിപൊളി AC ആണ് വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. 1.5 എഞ്ചിൻ വളരെ സ്മൂത്താണ്. നമുക്കറിയാം മാരുതിയിൽ തന്നെ ഏറ്റവും പേര് കേട്ടിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ പറയുന്ന 1.5 എഞ്ചിൻ. പക്ക നല്ല ഒരു അടിപൊളി എഞ്ചിൻ വേണം ഇതിനെ പറയാനായിട്ട്. 9 ഇഞ്ചിന്റെ ഒരു സ്റ്റുഡിയോ ഇതിനകത്ത് വരുന്നുണ്ട്. ഇവർ ഇതിനെ സ്റ്റുഡിയോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു സ്റ്റുഡിയോ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാരുതി സുസുക്കി കണക്ട് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ വെഹിക്കിൾ ഇമോബിലൈസർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. വണ്ടി തെഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഇമോബിലൈസർ സിസ്റ്റവും ഈ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഡൗട്ടാണ്. അപ്പോൾ ഒരു ഇമോബിലൈസർ സിസ്റ്റം, അതിപ്പോൾ വണ്ടി എപ്പോഴെങ്കിലും മോഷ്ടിക്കപ്പെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. വണ്ടിയുടെ ലൊക്കേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇവർ ഈ ഒരു സിസ്റ്റം
അതായത് ഈ ഒരു സിസ്റ്റത്തിന്റെ വയറിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇതിനകത്ത് നമുക്കൊരു 30 ഡേയ്സിന് അടുത്ത് വരെ നമുക്ക് ഇതിന്റെ ടൈം വെച്ചിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഈ വണ്ടി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതായത് ഇതൊരു ഫീമെയിൽ ആൻഡ് മെയിൽ കോമ്പിനേഷൻ കേബിൾ വെച്ചിട്ടാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. കാരണം ഡാഷ്ബോർഡിനകത്തോട് എനിക്ക് തോന്നുന്നു 1000 മേളിൽ കേബിൾ ഉണ്ടാവും. ആ കേബിളിനകത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തത്. അപ്പം ഡിസ്പ്ലേ കട്ട് ചെയ്താൽ, അതായത് ഈ ഒരു സിസ്റ്റം കട്ട് ചെയ്താലും നമുക്ക് വണ്ടിയെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വണ്ടിക്കകത്ത് കുറച്ച് ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതായത് ഇലക്ട്രോണിക് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഹിൽ ഡീസന്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാംസ് കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് സഹായമാകാം, ചിലപ്പോൾ നമുക്കത് വേണ്ടാതെ ഇരിക്കാം. കാരണം ഒരു ഒബ്സ്ട്രാക്കിളിൽ നിന്ന് നെക്സ്റ്റ് ഒരു ഒബ്സ്ട്രാക്കിലേക്ക് വണ്ടി കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വണ്ടി ഒന്ന് ജമ്പ് ചെയ്ത് ആ അടുത്തൊരു റോക്കിലേക്ക് ക്ലൈംബ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു വീലിന് പിടുത്തം വരാതിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഈ പറയുന്ന ESPO ഒക്കെ ഓൺ ആണ്, അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് നമ്മളെ വണ്ടിയുടെ കൺട്രോൾ പോകാൻ സാധ്യത. ആ ടൈമിൽ നമുക്ക് ഇവനെ ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ചും അതേപോലെ തന്നെ ഹിൽ ഡീസന്റിന്റെ കൺട്രോളിന്റെ സ്വിച്ചും 4 വീൽ എൻഗേജ് ചെയ്ത സമയത്ത് ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. അപ്പം നമുക്ക് വണ്ടി മാനുവലി, അതായത് നമുക്ക് യാതൊരുവിധ ഇലക്ട്രോണിക്സിന്റെ സഹായമില്ലാതെ നമുക്ക് ഈ വണ്ടി ഓപ്പറേറ്റ്, അതായത് അഴിച്ചു വിട്ടിരിക്കുന്ന കുതിരയെന്ന് പറയില്ലേ, അതേപോലെ കൺട്രോൾസ് ഒന്നുമില്ല. വണ്ടിക്ക് മേലിൽ കൺട്രോൾ നമ്മളുടെ മാത്രമേ ഉള്ളൂ, നമ്മളാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി. അപ്പം നമ്മളുടെ കൺട്രോളിൽ നമുക്ക് ഈ വണ്ടി കൊണ്ടു നടക്കാനായിട്ട് പറ്റും. നമുക്ക് വേറൊരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്രാൻസ്ഫർ കേസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ഒരു 100 കിലോമീറ്റർ വേഗത്തിൽ നമ്മൾ വണ്ടി ഓടുകയാണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയാണ്, വണ്ടിയുടെ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഗേജ് ചെയ്തിടാൻ പറ്റും. നേരെ ഡയറക്റ്റ് നമുക്ക് ഹൈ വീലിലേക്ക് കൊടുക്കാം. ഇതിനകത്ത് ഇപ്പൊ 2H വരുന്നുണ്ട്, അതേപോലെ തന്നെ 4H വരുന്നുണ്ട്. അപ്പൊ 4H എന്ന് പറയുമ്പോഴത്തേക്കും 4 വീലിലും പിടുത്തം ഉണ്ടാവും. അത് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു സ്ലിപ്പറി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ആ സാധനം പിടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വീലിലേക്ക് പിടുത്തം ഉണ്ടാവും. അതിന് താഴെയായിട്ടാണ് ഇതിന്റെ ലോ വീൽ ഗിയർ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അത്യാവശ്യം ഓഫ് റോഡിങ് സിസ്റ്റം, അതായത് നിലവിൽ എത്രയാണോ നമ്മുടെ ടോർക്ക് ഉള്ളത് ആ ടോർക്കിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മൾ ആ ലോ വീലിലേക്ക് എൻഗേജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോർക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ 2.04:1 ആണ്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 2.64:1 ആണ്. അപ്പൊ ആ ഒരു റേഷ്യോയിലായിരിക്കും ഇത് വരുന്നത്. അതേപോലെ തന്നെ ക്രൗണും പിന്നിനും സംതിങ് 4.64:4 അങ്ങനെ എന്തോ ആണ് ക്രൗണും പിന്നിനും. ഞാനത് കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് ഈ വണ്ടി നമുക്ക് വരുന്നത്. അപ്പൊ ഈ ലോയിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലത്തെ ടെറൈനിൽ, ഇപ്പൊ നമുക്കൊരു റോക്കിൽ നല്ല സ്ലഷി ആയിട്ടുള്ള പ്രതലത്തിൽ നിന്ന് നമ്മൾ റോക്കിലേക്കൊക്കെ നമ്മൾ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് വീലിന് സ്ലിപ്പറി ചാൻസസ് ഒക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ ഈ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടുമ്പ് കയറുന്ന പതിയെ പിടിച്ച് നിങ്ങളുടെ മേലിലേക്ക് കയറി വരും. ആ ടൈമിൽ വീലിന് ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാവില്ല, ഭയങ്കരമായിട്ട് ടോർക്ക് ആയിരിക്കും. അതായത് വലിക്കുന്ന അല്ലെങ്കിൽ ഒരു വെയിറ്റ് എടുക്കുന്ന വണ്ടി പോലെ ആയിരിക്കും ജിമ്മിൽ നമ്മൾ ആക്ട് ചെയ്യുന്നത്. അതുപോലെ പെർഫോം ചെയ്യും വണ്ടി. സോ നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈ വീലിലേക്ക് നമുക്ക് ഇട്ട് നോക്കാം. ഇപ്പം നമ്മൾ ഹൈ വീലിലേക്ക് എൻഗേജ് ചെയ്യാണ്, വണ്ടി ഹൈ വീലിലേക്ക് വീണു. ഇപ്പം ഹൈ വീലിൽ 4 വീലിൽ നമുക്കിപ്പം വണ്ടി ഒരേപോലെ പവർ കൊടുക്കുന്നുണ്ട്, ഒരേപോലെ നമുക്കിപ്പം ആ 4 വീലും കറങ്ങുന്നുണ്ട്. ആക്സിഡന്റ് കൊടുക്കുമ്പോൾ 4 വീലും പിടുത്തും. ഇത് എന്തുകൊണ്ടാണ് സ്റ്റിയറിംഗ് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് എൻഗേജ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ ഡ്രിഫ്റ്റ് ആകാൻ സാധ്യത ഉണ്ടാവും. കാര്യം ഒരു പർട്ടിക്കുലർ ഡ്രൈവിലേക്ക് നമ്മൾ വണ്ടി തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇതങ്ങോട്ട് പിടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ വീലിലും കൂടെ പിടുത്തം വരും. അപ്പൊ പെട്ടെന്ന് ഈ വണ്ടി കയറി തിരിഞ്ഞിങ്ങ് കറങ്ങി വരാണ്ടെന്ന് BMW ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നില്ലേ, അതുപോലെ ഡ്രിഫ്റ്റ് ആകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഗിയർ ബോക്സ് സിസ്റ്റം കാണാൻ പഴയ ശങ്കർപ്പടം പോലെ പറയാം. അന്യൻ സിനിമ പറയൂലേ, 2H കിടക്കുമ്പോഴത്തേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്പിയായിട്ട് കൂട്ടാം, 4H വരുമ്പോൾ റെമോ, അതേപോലെ തന്നെ 4 ലോയിലേക്ക് വരുമ്പോഴത്തേക്കും അന്യൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടറൊക്കെ ഓൾമോസ്റ്റ് സെയിം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പം 1 lakhന്റെ ഓഫർ വരുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഇത് ഇറങ്ങിയ സമയത്ത് കുറച്ച് പ്രൈസിങ്ങിന്റെ ഇതിനകത്തൊക്കെ ആളുകൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് റോഡിനേക്കാളും നന്നായിട്ട് ഇത് ഓടിക്കാനായിട്ട് നമുക്കൊരു കുറച്ചൊരു ഫീല് തരുന്നത് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളോടായിരിക്കും. ഇതിനിപ്പോ നിലവിലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 15,62,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി നമുക്ക് ഓൺ റോഡ് നമുക്ക് ലഭ്യമാവും. ഏതാണ് 4 വീൽ ഡ്രൈവ് മാനുവൽ ഗിയർ ബോക്സ് വണ്ടി 15,62,000 രൂപയ്ക്ക് ഓൺ റോഡ് കിട്ടും. ഏകദേശം 1 lakh rupees ഇതിന് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ടോട്ടൽ ഡിസ്കൗണ്ട് ആയിട്ട് നമുക്കത് കിട്ടും. കാരണം എക്സ്ചേഞ്ച് അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻസ് ചെയ്തിട്ട് അതിനത് വരും. അപ്പോൾ ഒരു കോമ്പാക്ട് SUV എടുക്കാനായിട്ട് പോകുന്ന ഒരാൾക്ക്, അതായത് ഇപ്പം നമ്മളിപ്പം കിയയുടെ ഒരു സിറോസ് നമുക്ക് നോക്കാം. സിറോസ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി, ടർബോ വണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ 15,60 ആവും. അവരുടെ ഒരു HDK+ DCT ഒക്കെ വരുമ്പോൾ 15,60 ഒക്കെ വരും. ഇത് മാനുവലാണ്, പക്ഷെ
കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം, അവർക്ക് ശരിക്കും ഒരു 4 വീൽ ഗിയർ, അതായത് ഒരു റിയൽ SUV നമുക്ക് ആ ഒരു പ്രൈസിൽ കിട്ടുവാണ്. മാനുവൽ ഗിയർ ബോക്സിൽ നമുക്കൊരു ട്രാൻസ്ഫർ കേസ് വരുന്ന ഒരു 4 വീൽ ഡ്രൈവ് വണ്ടി നമുക്ക് അവിടെ കിട്ടുവാണ്. പിന്നെ ചിലവർ പറയുന്നത് കേട്ടത്, ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ജിംനി ഓവർടേക്ക് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ലാഗ് വരുന്നു, അങ്ങനെ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ലാഗ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തില്ല. ഒരു ഡീസന്റ് ഡെലിവറി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കാണുന്ന ഗ്യാപ്പിനകത്തോടെ ഞാൻ കയറ്റുവാണ്, വണ്ടി കയറി വന്നു. പക്ഷെ അത് 3rd ഗിയറിലായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും ഓവർടേക്കിന് വരുന്നത്. ഇപ്പോൾ 4ാമത്തെ ഗിയറിലാണെന്നുണ്ടെങ്കിലും വലിയ പെർഫോമൻസിന് കുറവൊന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം ഈ കട്ടറൊക്കെയുള്ള റോഡുകളിൽ ബാക്കിയുള്ള വണ്ടികൾ ഇങ്ങനെ അനങ്ങാണ്ടൊക്കെ പോലെ സൂക്ഷിച്ചൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ജിംനിയും കൊണ്ട് നമുക്ക് അങ്ങനെ അനങ്ങാതെ സൂക്ഷിച്ചൊന്നും പോകേണ്ട വരുന്നില്ല. വണ്ടി ചാടി 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 അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇതിൻ്റെ ലോ ഗിയറിലേക്ക് കൊടുക്കാം. ലോ ഗിയറിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യമേ നമ്മൾ 2Hയിലേക്കായിരിക്കും വരുന്നത്. ലോ ഗിയറിലേക്ക് വരുമ്പോഴത്തേക്കും വണ്ടി ന്യൂട്രൽ ആയിരിക്കണം. നമ്മൾ ഫുള്ള് ക്ലച്ച് ബ്രേക്ക് ചെയ്തിട്ട് ആദ്യമേ 4Hയിലേക്ക് വണ്ടി എൻഗേജ് ചെയ്തു. അപ്പോൾ ഗിയറിൻ്റെ ട്രാൻസ്ഫർ കേസിൽ നമ്മൾ 4Hയിൽ വന്നു. ദെൻ താഴേക്ക്, സാധാരണ നമ്മൾ ഫോക്സ്വാഗനൊക്കെ റിവേഴ്സ് ഇടുമ്പം താഴേക്ക് പ്രസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ ഒക്കെ ഇടുമ്പം പ്രസ് ചെയ്തെടുക്കത്തില്ലേ, അതേപോലെ ഇത് താഴേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തുക, നേരെ ഇടുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ, വലിയ എഫേർട്ടൊന്നും എടുക്കണ്ട. ഇപ്പം നമ്മുടെ വണ്ടി 4 വീൽ ലോയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ ഇട്ട് നമുക്ക് വണ്ടി പതിയെ മുന്നിലേക്ക് എടുക്കാം. ഇപ്പം 4 വീലിലും പിടുത്തമുണ്ട്, പതിയെ വണ്ടി കയറുള്ളൂ. ഈ ഒരു 4 വീലിലും വണ്ടിക്ക് പിടുത്തം വന്നു. ഇനിയിപ്പം നമ്മുടെ ഈ ഇലക്ട്രോണിക്സ് ഫംഗ്ഷൻസ് ഓഫ് ചെയ്യാനായിട്ട് ഈ 2 സ്വിച്ച് അല്ലേ, ഈ 2 സ്വിച്ചിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒരു 5 to 6 സെക്കൻഡ് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഡിസ്പ്ലേയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഹിൽ ഹോൾഡ് ഡിസേബിൾ. ബ്രേക്ക് നമ്മൾ ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഇങ്ങനെ ജസ്റ്റ് നമ്മളെ തിരിച്ച് തള്ളിത്തരും. ഇനി ഇതിപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഫുള്ള് ഫംഗ്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ലോങ് പ്രസ് ചെയ്യുക, തിരിച്ചു വന്നു. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് 2Hയിലേക്ക് 4Hയിലേക്ക് വന്നു, അവിടെ നമ്മൾ 2Hയിലേക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒടിവ് നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പം ഇത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഫുൾ ഒടിച്ചിട്ടുണ്ട്, റിട്ടേൺ വരുന്നതുണ്ടോ. സോ സെൻട്രൽ നിന്ന് ഇത് റൈറ്റിലേക്ക് 2 ഒടിവാണ് വരുന്നത്. വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഒടിവായിരിക്കും വന്ന് നിൽക്കുന്നത്. അതേപോലെ തന്നെ റിട്ടേണിലേക്ക് നമുക്ക് വരുന്നത് ഇത് കണ്ടില്ലേ, ഇത്രയും വരുമ്പോഴാണ് ലെഫ്റ്റിലേക്ക് കിട്ടുന്നത്. പിടിച്ചു കഴിയുമ്പോൾ 1 ഒടിവാണ് വരുന്നത്. ഇപ്പം ഇത് നിവരയായിട്ടുണ്ട്, നേരെയായിട്ട് വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 ഒടിവ് റൈറ്റിലേക്കും 2 ഒടിവ് ലെഫ്റ്റിലേക്കും വരുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് ചെയ്യുന്ന ടൈമിൽ ഇതായിരിക്കും കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇത് വരുന്നത്. ഇല്ലെങ്കിൽ വണ്ടി ചിലപ്പം പെട്ടെന്ന് കൺട്രോൾ വിട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മൾ പെട്ടെന്ന് പാനിക്കായിട്ട് ഇങ്ങോട്ട് പിടിക്കും, വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകും. ഈ 1.5 ഒടിവൊക്കെ അല്ലെ 1 ഒടിവിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതേപോലെ ഈ വണ്ടി ഇപ്പം ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഇതിനകത്തൊരു ഓപ്ഷൻ, അതായത് ഇപ്പം നിലവിൽ ബ്രേക്ക് ലോക്ക് ഡിഫറൻഷ്യൽ സിസ്റ്റം വരുന്ന ഒരു വണ്ടിയാണ് ഈ ജിംനി എന്ന് പറയുന്നത്. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ വണ്ടി താന്നു പോവുകയോ അല്ലെ ഒരു വീലിന് പിടുത്തം കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ ആ വീലിലേക്ക് മാത്രം ഉള്ള ഡ്രൈവർ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഏത് വീലിലാണോ പിടുത്തം കൂടുതലുള്ള അതിലേക്ക് ഫുൾ പവർ കൊടുത്തുകൊണ്ട് വണ്ടിയെ പുഷ് ചെയ്യാനായിട്ടുള്ളൊരു ഡിഫറൻഷ്യൽ സിസ്റ്റം നമ്മുടെ ഈ ഒരു ജിംനിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇപ്പം പ്യൂവർലി ഒരു ഹാർഡ് കോർ ഓഫ് റോഡിലേക്ക് പോകാനായിട്ടാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഈ ലോക്ക് ഡിഫറൻഷ്യൽ സിസ്റ്റം ഒക്കെ നമുക്ക് പുറത്തുനിന്ന് ബൈ ചെയ്യാനായിട്ടൊക്കെ പറ്റും 1 ലാഖിനൊക്കെ. കാരണം ജിംനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ഇന്റർനാഷണൽ ഐറ്റംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഐറ്റംസ് ഇപ്പം കമ്പയർ ചെയ്ത് നോക്കുന്നത് താറുമായിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ താറുമായിട്ട് ഇതിനൊരു കമ്പാരിസൺ പോലും വരുന്നില്ല. വണ്ടി തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, സൈസിൽ ഡിഫറൻസ് ഉണ്ട്, അപ്പോൾ പ്രൈസിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സ്റ്റാറിന് സ്യൂട്ടാകാത്ത ഒരുപാട് ഓഫ് റോഡ് സാധനങ്ങൾ നമുക്ക്, അതായത് അഡീഷണൽ ആക്സസറീസ് നമുക്ക് ജിംനിക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അതൊരു ഭയങ്കര കാര്യമാണ്. കാരണം ഇത് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ നല്ലപോലെ സക്സസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇപ്പം നമ്മളൊരു ഹാർഡ് കോർ ഓഫ് റോഡ് ലവർ ആണെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നമുക്ക് കുറേയധികം മോഡിഫിക്കേഷൻസ് നമുക്ക് വണ്ടി വരുത്താൻ വേണ്ടി, കാരണം നമുക്കൊരു പ്യൂർലി നമുക്കൊരു ഇവന്റിനൊക്കെ നമുക്ക് ഈ വണ്ടിയായിട്ട് അങ്ങ് പോകാൻ പറ്റും, കണ്ണു അടച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഇതിനെ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താറും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചൈനീസ് ആക്ടർ ഉണ്ടല്ലോ, നമ്മുടെ ജാക്കി ചാനെയും അർണോൾഡ് ശിവശങ്കറിനെയും കൂടെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന പോലെ ഇപ്പം. കാരണം രണ്ടുപേർക്കും 2 ക്യാരക്ടറാണ്, രണ്ടുപേർക്കും 2 സ്വഭാവമാണ്. അപ്പോൾ ആ ഒരു ഇത് ഈ വണ്ടികൾ തമ്മിലുണ്ട്. ഇതിന് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊന്നും അതിന് ചെയ്യാൻ പറ്റില്ല, അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചിലതൊന്നും ഇതിന് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കമ്പാരിസൺ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം പ്രൈസ് റേഞ്ചിൽ പോലും വരാത്ത വണ്ടികൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന കാര്യം നമുക്ക് വരുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജിംനി എടുക്കുന്ന നിങ്ങളുടെ ഓഫ് റോഡ് സുഹൃത്തിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ. പിന്നെ
ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ അല്ലെങ്കിൽ മാരുതി നെക്സയുടെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസും പ്രൈസും എടുക്കുക. എന്തായാലും ഈ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് എല്ലാവർക്കും തന്നെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.